നമുക്കിന്നൊരു തെങ്ങും കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുറുക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണം. നല്ല ഔഷധ ഗുണമുള്ളതാണ്, നടുവേദനയൊക്കെ കുറയും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി കുതിർത്തതാണ്. അടുത്തതായി കൂമ്പ് അടുത്തുണ്ട്, തേങ്ങ തിരുവിയതുണ്ട്, കരിപ്പോട്ടിയുണ്ട്. കരിപ്പോട്ടി ഇല്ലെങ്കിൽ ശർക്കര ആയാലും മതി. ആദ്യം കൂമ്പിനെ ഒന്ന് കീറി അതിനകത്തുള്ള പൂവെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമുക്ക് കൂമ്പ് കീറി അതിനകത്തുള്ള തെങ്ങും പൂ എടുത്തിട്ടുണ്ട്. ഒരു ജാറിലോട്ട് പച്ചരി തട്ടി കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പീര തട്ടി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കൂമ്പിനെ ഒടിച്ചിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചിട്ടാൽ മതി, അത് അരഞ്ഞു വന്നോളും. നല്ല ഇളം കൂമ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇത്തിരി മൂത്ത് പോയാൽ അത് കൊള്ളത്തില്ല. ഈ പരുവം ഞാൻ കാണിച്ച പരുവമാണ് നമുക്ക് ഇത് കുറുക്കാനായിട്ടുള്ള പരുവം. എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലോട്ടൊന്ന് അതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ ഒരു ചന്ദന കളറാണ്. കൂമ്പും തേങ്ങയും പച്ചരിയും എല്ലാം കൂടെ നല്ല അരച്ച് വയ്ക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം. തട്ടിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കരിപ്പോട്ടി പൊളിച്ച് കുറച്ച് ആവശ്യത്തിന് ചീവിയിട്ട് കൊടുക്കാം. പാടാണ്, കുറച്ച കരിപ്പോട്ടിയാണ്, പണ്ടത്തെ പോലെയൊന്നുമല്ല. നല്ലപോലെ ബലം പ്രയോഗിച്ചാലേ പറ്റുള്ളൂ. അത് ചീവിയിട്ട് ഒരാറമ്പോ അതുമില്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കുഴവി കൊണ്ട് 2 അടി കൊടുത്തു പൊട്ടിച്ചിട്ടു. അതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കണം. കാരണം ഇത് കുറുവി വരുന്തോറും ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കട്ട പിടിക്കും. അങ്ങനെ എല്ലാം കൂടെ കൈയെടുക്കാതെ ഇളക്കി തന്നെ ഇരിക്കുന്നത്. കുറുവി വരുന്ന സമയത്ത് നമുക്കിത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പരുവം വന്ന് നല്ല തിളയ്ക്കണം. ഇത് കട്ടിയായി വരുമ്പോൾ ഇത് നല്ല തിളയ്ക്കും. കണ്ടോ തിളയ്ക്കുന്നത്? ഇങ്ങനെ വന്നതിന് ശേഷം മാത്രമേ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാവൂ. ഇങ്ങനെ വരുമ്പോൾ അത് വെന്തെന്നാണ് അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലൊരു കുറുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മണം കേൾക്കുമ്പം തന്നെ വായിൽ കൂടെ വെള്ളം ഊറുന്നുണ്ട്. ഇത് സ്ഥിരം 2-3 ദിവസം നമുക്ക് കിട്ടിയാൽ കഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മളെ നടുവേദനയൊക്കെ കുറച്ച് മാറുമെന്നാണ് പറയണത്. തെങ്ങും കൂമ്പ് ലേഹ്യം പോലെയാണ്. ഇത് ലേഹ്യം വേറെ, ഇത് കുറുക്ക് വേറെയാണ്. ഇവിടെ ഞാൻ എവിടെ തെങ്ങ് മുറിച്ചാലും അവിടെ കയറി ചെറിയ കൂമ്പുണ്ടെങ്കിൽ മുറിച്ച് വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കുട്ടികൾക്കും ഇഷ്ടമാണ്. ഇത് നമുക്ക് ഒരിക്കൽ കിട്ടിയാൽ വീണ്ടും കഴിക്കാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഭർത്താവ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. വലിയ ഇഷ്ടമാണ് പുള്ളിക്കാരനും. അങ്ങനെ നമ്മുടെ തെങ്ങും കൂമ്പ് കുറുക്ക് റെഡിയായിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം.